നമസ്കാരം. പ്രവാസി മലയാളികളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തി മലയാളികളുടെ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ്. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്ക് ജീവിതം പടർത്തിയ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറുമായ ധനലക്ഷ്മിയുടെ വിയോഗ വാർത്ത ഒരുപാട് ഹൃദയങ്ങൾ തളർത്തിയിരിക്കുന്നു. സാംസ്കാരിക സാമൂഹിക രംഗത്ത് സജീവമായിരുന്ന ഇവർ തന്റെ അനുഭവങ്ങളും ജീവിത അവബോധവുമെല്ലാം കവിതയാക്കി പങ്കുവച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ആരോടും ഒന്നും പറയാതെ എല്ലാം അവസാനിപ്പിച്ചു. ജീവിതാനുഭവങ്ങൾ കാവ്യാത്മകമായും സമകാലിക വിഷയങ്ങൾ ശക്തമായ ഭാഷയിലും എഴുതിയ ഒട്ടേറെ പോസ്റ്റുകളൊക്കെ ഈ ജനപ്രിയ ഡോക്ടറുടെ സാമൂഹിക മാധ്യമ പേജുകളിൽ കാണാം. ജീവിതത്തെ വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടറുടെ വിയോഗം UAE മലയാളി സമൂഹത്തിന് ഇനിയും വിശ്വസിക്കുവാനാകുന്നില്ല. അടുത്തിടെ ഷാർജയിൽ കൊല്ലം സ്വദേശികളായ വിഭജിക, ഇവരുടെ മകൾ 1.5 വയസ്സുകാരി വൈഭവി, തുടർന്ന് അതുല്യ എന്നിവരുടെ മരണത്തിന്റെ നടുക്കം മാറും മുൻപെയാണ് മലയാളി ഡോക്ടർ കൂടി വിട പറഞ്ഞിരിക്കുന്നത്. നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു. എന്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തകരുന്ന ഓരോ തുണിയിലും നീ ആവട്ടെ തെളിയാൻ. എന്റെ ഉള്ളം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കാനാണ്. വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു. നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു. തളർന്നെങ്കിലും വീണുവെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു. മുറിവുകൾ താങ്ങുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നു. കാരണം അവ എന്റെ ആത്മാവിന്റെ ഗാനമാകുന്നു. എന്നെ തകർക്കൂ, എന്റെ ഉള്ളം കീറിയിടും. എന്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം. എന്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിന്റെ സ്നേഹത്തിന്റെ മധുരവും വേദനയും എന്റെ ഓരോ അധരം ചിരിക്കാൻ പഠിക്കുന്നു. കാരണം നീയാണ് എന്റെ ഹൃദയത്തിന്റെ നിത്യപ്രകാശം എന്നാണ് അബുദാബി മുസാഫിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ണൂർ തളാപ്പ് അരയക്കണ്ടി സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത്. അബുദാബിയിലെ കലാ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ധനലക്ഷ്മി. എപ്പോഴും ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഡോക്ടറെ ആരും കണ്ടിട്ടില്ല. ഒരിക്കൽ പരിചയപ്പെട്ടവരാരും തന്നെ അവരെ മറക്കുകയില്ല. അത്രയ്ക്കും ഹൃദയാർജവമായ പെരുമാറ്റവുമായിരുന്നു ഡോക്ടറുടേതെന്ന് അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. അബുദാബി മലയാളി സമാജത്തെ കൂടാതെ ഇവിടുത്തെ മിക്ക മലയാളി സംഘടനകളുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു. സാഹിത്യത്തോടും എഴുത്തിനോടും അഭിനിവേശമായിരുന്നു. അൺഫിറ്റഡ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയാണ്. ഡോക്ടറുടെ വിയോഗം അബുദാബിയിലെ പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണെന്ന് മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. 10 വർഷത്തിലേറെയായി UAEയിൽ പ്രവാസിയായ ഡോക്ടർ ധനലക്ഷ്മിയെ മുസാഫിയിലെ താമസയിടത്തിൽ തിങ്കളാഴ്ചയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2 ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് ഈ സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിവരം പുറലോകമറിഞ്ഞത്. ജോലി സ്ഥലത്തും അവർ കഴിഞ്ഞ ദിവസം പോയിരുന്നില്ല. മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലും സേവനം അനുഷ്ഠിച്ചിരുന്നു. കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരിതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ്. മുസാഫിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുകയായിരുന്നു. ലൈഫ് കെയർ ഹോസ്പിറ്റൽ മുസഫിയിലെ ജനറൽ ഡെന്റിസ്റ്റായ ഡോക്ടർ ധനലക്ഷ്മിയുടെ മരണം ഡോക്ടറെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സഹപ്രവർത്തക എന്നതിലുപരി ഞങ്ങളുടെ മെഡിക്കൽ സംഘത്തിലെ വിലമതിക്കപ്പെട്ട അംഗം കൂടിയായിരുന്നു ഡോക്ടർ ധനലക്ഷ്മി എന്ന ലൈഫ് കെയർ ഹോസ്പിറ്റൽ മുസഫ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. ഊഷ്മളതയും അനുകമ്പയും നിറഞ്ഞ ഇടപെടലുകൾ കൊണ്ട് രോഗിയുടെ മനസ്സിൽ അവിസ്മരണീയമായ സ്ഥാനം നേടിയെടുത്ത ഡോക്ടർ ധനലക്ഷ്മിയുടെ സംഭാവനകൾ ക്ലിനിക്കിന്റെ അതിരുകൾക്കപ്പുറം നിരവധി ജീവിതങ്ങളെയാണ് സ്വാധീനിച്ചത്. ബോധവൽക്കരണ പരിപാടികളിലൂടെ ദന്താരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രയത്നിച്ച ഡോക്ടർ ധനലക്ഷ്മി സമൂഹത്തിൽ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്തു. അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഡോക്ടർ. മികവുറ്റ എഴുത്തുകാരിയും വാൽമീകിയും കൂടിയായിരുന്നു ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗം നികത്തുവാനാകാത്ത വിടവായാണ് അവശേഷിക്കുന്നത്. എങ്കിലും ഡോക്ടർ സ്പർശിച്ച നിരവധി ജീവിതങ്ങളുടെ അവരുടെ ഓർമ്മകൾ ഇനിയും ജീവിക്കും. ദുഃഖകരമായ ഈ വേളയിൽ ഡോക്ടറുടെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നതായി ലൈഫ് കെയർ ഹോസ്പിറ്റൽ മുസഫ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു. മുൻപ് കണ്ണൂർ ധനലക്ഷ്മി ആശുപത്രിയിലായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഡോക്ടർ ധനലക്ഷ്മിയുടെ പ്രൊഫഷണൽ പ്രൊഫൈൽ ലൈഫ് കെയർ ഹോസ്പിറ്റൽ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ മരണകാരണം സംബന്ധിച്ച അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. ധനലക്ഷ്മിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വേദനയുടെ പല കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എഴുത്തുകാരി ശ്രീപാർവതി പങ്കുവച്ച കുറിപ്പിൽ എന്താ ചേച്ചിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. പ്രശ്നങ്ങൾ ഒന്നും സംസാരിച്ചുമില്ല. പ്രശ്നങ്ങളെല്ലാം പതിവ് പോലെ കടന്നു പോകുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതെന്തൊരു അവസാനിപ്പിക്കലായിരുന്നു ചേച്ചി എന്നാണ് കുറിച്ചത്. ഡോക്ടർ ധനലക്ഷ്മി നമ്മെ വിട്ട് പിരിഞ്ഞു പോയി എന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു നോവായി മാറി. അബുദാബി സ്റ്റേറ്റ് കൗൺസിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പിൽ നിറ സാന്നിധ്യമായിരുന്നു ധനലക്ഷ്മി മാഡം.
എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപെടുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വേർപാട് WMFന് തീരാ നഷ്ടമാണ്. ചിലരുടെ വേർപാട് നമ്മളെ അസ്വസ്ഥരാക്കും. വേൾഡ് മലയാളി ഫെഡറേഷന്റെ നല്ലൊരു സംഘാടക കൂടിയായിരുന്ന ഡോക്ടർ, എപ്പോഴും ചിരിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഞങ്ങളുടെ പ്രിയ ഡോക്ടർക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമമെന്നായിരുന്നു മറ്റൊരു പോസ്റ്റ്. ചേച്ചിയുടെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു പൂക്കാലമാണ്. ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങുന്ന കാലത്ത് നിന്ന് തുടങ്ങിയ സൗഹൃദം. അന്നൊക്കെ സൗഹൃദത്തിന്റെ ഒരു വസന്തകാലം ചേച്ചി ഞങ്ങൾക്ക് തന്നിരുന്നു. പിന്നീട് എപ്പോഴോ ഒരു ഋതുമാറ്റം വന്നപ്പോൾ ചേച്ചി മിണ്ടാതെ, എന്നോടൊന്നും ചോദിക്കാതെ പറയാതെ മാറി നിന്നു ചേച്ചി. പിന്നീട് അച്ചു ഉമ്മനെ കുറിച്ച് ഞാൻ എഴുതിയ പോസ്റ്റ് ചേച്ചി വായിച്ചുവെന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടു. വീണ്ടും കുറേ സംസാരിച്ചു. പിന്നീട് വീണ്ടും ചേച്ചി അകന്നു നിന്ന് മാറി. 2 മാസങ്ങൾക്ക് മുൻപ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച്. ഞങ്ങൾക്കിടയിൽ ഉള്ള ആ ഒരു കോമൺ ഫ്രണ്ടായ ഡോക്ടർ നിമ്മ വഴി നമ്പർ കിട്ടിയെന്ന് പറഞ്ഞു. കുറേ സംസാരിച്ചു. എപ്പോഴോ ചേച്ചി തന്നെ മുറിച്ച FB സൗഹൃദം അങ്ങനെ വീണ്ടും തളിർത്തു. ഏതോ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഈ മാസം വരുമെന്ന് പറഞ്ഞു. പറ്റിയാൽ തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൽ വരും, അപ്പോൾ വിളിക്കാമെന്നും പറഞ്ഞു. കണ്ണൂരിൽ വന്നോ എന്നൊന്നും അറിയില്ല. എന്തായാലും എന്നെ തേടി വിളി വന്നില്ല. എന്തായിരുന്നു ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് അന്നും ഇപ്പോഴും അറിയില്ല. ഒരിക്കലും ചോദിക്കുവാനും തോന്നിയില്ല. ഇനി ഒരിക്കലും ചോദിക്കുവാനും കഴിയില്ല. ഓർമ്മകളിൽ സ്നേഹത്തിന്റെ ഒരു പൂക്കാലം സമ്മാനിച്ച ഡോക്ടർ ധനലക്ഷ്മി ഉണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നായിരുന്നു അഞ്ജു പാർവതി പ്രഭീഷ് കുറിച്ചത്. എന്തുകൊണ്ടാണ് UAE മലയാളികൾ, പ്രത്യേകിച്ച് യുവതി യുവാക്കളും ബിസിനസ്സുകാരും യാതൊരു പുനർചിന്തയും നടത്താതെ മരണത്തിലേക്ക് എടുത്തുചാടുന്നത്? ഇക്കാര്യം ചിന്തിക്കുവാനോ ചർച്ച ചെയ്യുവാനോ കൗൺസിലിംഗ് നൽകുവാനോ UAE ഇന്ത്യൻ എംബസിയോ കോൺസുലേറ്റോ സന്നദ്ധ സംഘടനകളോ മുന്നോട്ട് വന്നിരുന്നില്ല. ബിസിനസ്സുകാർക്കിടയിൽ തുറന്ന സൗഹൃദം ദുബായിലെ IPA പോലുള്ള കൂട്ടായ്മയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരും പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ അന്വേഷിക്കുന്നില്ല. ഇനിയെങ്കിലും ഇതിനായി ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് സമൂഹം. ഇല്ലെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ ഇതെല്ലാം എല്ലാവരും മറക്കുകയും പുതിയ ദാരുണ സംഭവം ഉണ്ടാകുമ്പോൾ വീണ്ടും വാചാലരാകുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിൽ ഈയിടെയായി ആത്മഹത്യകൾ പെരുകുന്നതായും കുടുംബ പ്രശ്നങ്ങളാണ് ഇതിന് പ്രധാന കാരണമെന്നും UAE പ്രമുഖ അഭിഭാഷകയും സാമൂഹിക ആക്ടിവിസ്റ്റുമായ പ്രീത ശ്രീറാം മാധവ് പ്രതികരിച്ചിരുന്നു. UAE ആത്മഹത്യ എന്നത് ക്രിമിനൽ കുറ്റമായാണ് കണക്കാക്കുന്നത്. അതിനാൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് നിയമപരമായി ക്രിമിനൽ കുറ്റമായി തന്നെയാണ് കരുതുന്നത്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വ്യക്തിയെ ശിക്ഷിക്കുവാനായി അറസ്റ്റ് ചെയ്യുവാനും പോലീസിന് അധികാരമുണ്ട്. പലപ്പോഴും താൽക്കാലിക ജയിൽ ശിക്ഷയും ലഭിക്കും. ചെയ്തത് തെറ്റാണെന്ന് അറിയിക്കുകയും ചില കേസുകളിൽ മാനസികാരോഗ്യ പ്രശ്നമായി കണക്കാക്കി ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുവാനും ഉത്തരവിടാറുണ്ട്. ഡോക്ടർ ധനലക്ഷ്മിക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. ഭർത്താവ് നാട്ടിലായിരുന്നു. ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയുടെ കാരണമറിയുവാൻ കുടുംബമടക്കം കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.